ഇത് പറയുന്നു മസ്താനി. മസ്താനിനെ പറ്റി എന്താ അഭിപ്രായം? മസ്താനിനെ പറ്റി എന്താ അഭിപ്രായം? അപ്പോ ഇല്ല സാർ ഉങ്ക മനസ്സില എന്നമോ ഇருக்கு. എക്സ്ക്ലൂസീവ് കൊടുക്കുന്നുണ്ട്. ഇത് പറയുന്നു മസ്താനി. പാച്ചേട്ടാ അവമാനിക്കരുത്. അയ്യോ ഞാൻ ഒരു പാവല്ല. അല്ല നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? മസ്താനി തന്നെ വിളിച്ച് വരുത്തി കൊടുക്കും. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അവളുടെ കുറിച്ചുകാരനാണ് നീ എന്നറിയുന്നത് കൊണ്ട് തന്നെ അതിന്റെ പേരിൽ എന്നോട് പലരും മിണ്ടുന്നില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. നീ ഇവിടെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. ഏറി കയറിയാളെ ഒന്നുകൂടി ഏറി കയറ്റും. ഏതാ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ എന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതും കേട്ട് ഗണിച്ചോണ്ടിരിക്കാൻ എന്നോട് പറ്റില്ല. ഏറി കയറിയാളെ ഒന്നുകൂടി കയറ്റും. കേട്ടണ്ടേ? ഏതായാലും അവക്ക് നമ്മൾ കൊടുക്കുന്ന വരവേൽപ്പ് ഗംഭീരമായിരിക്കണം. അവളുടെ കൂട്ടുകാരികൾ കൊടുത്ത യാത്രയപ്പിനേക്കാൾ ഗംഭീരമായ വരവേൽപ്പ്. ഓക്കെ മസ്താനി സംസാരിക്കും. എന്താ രണ്ടു വാക്ക് പറ. അത് പറയണോ? പറയണം. ഞാന് പൊതുവെ കേട്ടിട്ടുണ്ട് ദോഹയിലെ ആളുകൾക്ക് ഭയങ്കര എനർജിയാണ്. പക്ഷെ ആ എനർജി ഒന്നും കാണുന്നില്ല. അതാ എന്റെ വിഷമം. അതാ നിന്റെ വിഷമം. ഇടക്കിടക്കിന് തുള്ളി കളിക്കണം. എന്റെ ഗുരുവത്തി മാതാവേ, എന്റെ തല പിളരുന്നു. പരിപാടി ഇല്ലേ? കണ്ടിട്ടുണ്ടോ മസ്താനി? എന്റെ കട്ടപ്പോക.